നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിന് വേണ്ടി സ്റ്റീൽ ഡോർ ഓപ്റ്റ് ചെയ്യണോ അതോ വുഡൻ ഡോർ ഓപ്റ്റ് ചെയ്യണോ? ഈ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. വളരെ കാലം മുമ്പ് തൊട്ട് തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വന്നിരുന്ന ഒരു മെറ്റീരിയൽ ആണ് വുഡ്. ഇതിന് കുറെ ഡ്രോബാക്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് UPVC, WPC, സ്റ്റീൽ, FRP തുടങ്ങിയ ഒരുപാട് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് നമ്മളിപ്പോൾ യൂസ് ചെയ്ത് വരുന്നത്. മെയിൻ ഡോർ ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇംപ്രസീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ മറ്റെല്ലാ മെറ്റീരിയൽസിൽ നിന്നും സ്റ്റീൽ ഡോർ എപ്പോഴും ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. വുഡ് യൂസ് ചെയ്ത് നമ്മൾ ഡോർസും കട്ടിലുകളും ഒക്കെ നിർമ്മിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ചെതലിന്റെ ശല്യം. അതുപോലെ തന്നെ നമ്മളുടെ വെതർ അനുസരിച്ചിട്ട് വുഡിന് എക്സ്പാൻഷൻ സംഭവിക്കാനും വാർപ്പിംഗ് ഉണ്ടാവാനും വെതറിനോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന മറ്റ് ഡാമേജുകളും ഒക്കെ ഒരു മെയിൻ റീസൺ ആണ്. എന്നാൽ നമ്മൾ സ്റ്റീൽ ഡോർസിലേക്ക് വരുമ്പോൾ മിക്കവാറും തന്നെ നമ്മൾ ഇമ്പോർട്ടഡ് ഡോർസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഫുള്ളി ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ്. അതായത് നമ്മളത് ജസ്റ്റ് പർച്ചേസ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു പ്രോസസ്സ്. അത് തന്നെ പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഓരോ ബ്രാൻഡുകളുടെ കാറ്റലോഗ് നോക്കി ഡിസൈൻസും ഷെയ്ഡ്സും ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു എസ്തെറ്റിക് പാർട്ട് കൺസിഡർ ചെയ്യുമ്പോൾ വുഡ് എന്നുള്ളത് എപ്പോഴും ഒരു നാച്ചുറൽ മെറ്റീരിയൽ ആയതുകൊണ്ട് അതിലുള്ള പാറ്റേൺസ് ഒക്കെ യുണീക്ക് ആയിരിക്കും. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഒരു വുഡ് വെച്ച് ചെയ്തിട്ടുള്ള ഡോറിന്റെ ഒരു കോപ്പി നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അതായത് വുഡിൽ നമുക്ക് ഏത് കുഞ്ഞ് ഡീറ്റെയിലും കാർവ് ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീടിന്റെ സ്റ്റൈലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. സ്റ്റീലിലേക്ക് വരുമ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും പലപ്പോഴും അതിന് പല ലിമിറ്റേഷൻസും ഉണ്ട്. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടഡ് ലോക്കിംഗ് സിസ്റ്റം ഒക്കെയുള്ള ഡോർസ് എന്ന് പറയുമ്പോൾ അത് ഫിക്സഡ് ആയിട്ട് ഇത്ര ഡിസൈൻസിൽ ഇത്ര ഷെയ്ഡ്സിലായിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടായിരിക്കുക. പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ എപ്പോഴും അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ അഷ്വർ ചെയ്യേണ്ടതുണ്ട്. ചെറിയ രീതിയിലുള്ള ലൂവേഴ്സോ ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ആർക്കിടെക്ചറൽ ഡീറ്റെയിലുകളും ചെയ്യാൻ അത്ര ഫ്ലെക്സിബിൾ അല്ല സ്റ്റീൽ എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഒരുപാട് വെറൈറ്റി ഓഫ് ഡിസൈൻസും ഷെയ്ഡ്സും അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന മിക്ക സ്റ്റൈലുകൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോർസ് ഒക്കെ നമുക്ക് പല പല ബ്രാൻഡുകളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വുഡിൽ പേടിക്കുന്നത് പോലെയുള്ള ചെതലിന്റെ ശല്യം ഇല്ലെങ്കിൽ എക്സ്പാൻഷൻ മൂലം ഉണ്ടാവുന്ന ഇഷ്യൂസ്, ഇങ്ങനെയുള്ള യാതൊരു കാര്യത്തിനെയും പറ്റിയിട്ട് നമ്മൾ സ്റ്റീൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പേടിക്കേണ്ടതില്ല. അതായത് ഇൻസ്റ്റലേഷന് ശേഷം ഓൾമോസ്റ്റ് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് സ്റ്റീൽ. എങ്കിലും വളരെ അധികം ചൂടിനോട്ടൊക്കെ എക്സ്പോസ്ഡ് ആവുന്ന കേസസിൽ കളർ ഫേഡിങ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ സ്റ്റീൽ ഡോറിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ ഡോർ മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ല വുഡ് കിട്ടണം, പ്രോപ്പർലി സീസൺഡ് ആയിട്ടുള്ള വുഡ് ആയിരിക്കണം. അത് തന്നെ കട്ട് ചെയ്ത് നമ്മളുടെ മെഷർമെന്റിലേക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് മേക്ക് ചെയ്തെടുക്കണം. അവിടെ സ്കിൽഡ് ആയിട്ടുള്ള കാർപ്പൻറ്റേഴ്സ് സ്കിൽഡ് ആയിട്ടുള്ളവരായിരിക്കണം. വുഡ് നല്ലതായിരിക്കണം. അതുപോലെ ഇൻസ്റ്റലേഷന് ശേഷം പോളിഷിങ്, അങ്ങനെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ വുഡൻ ഡോർ മേക്കിംഗ്. എന്നാൽ സ്റ്റീൽ ഡോർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് ഇത്തിരി കൂടി ഈസി ആവും. ഡയറക്റ്റ്ലി നമുക്ക് പർച്ചേസ് ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഒരു ഡിസൈൻ പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ സ്റ്റീൽ ഡോർസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കറിയാലോ അതിന്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഹോളോ ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഗ്രൗട്ടൊക്കെ ഫില്ല് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ലോക്കറൊക്കെ എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതേ ഒരു സേഫ്റ്റിയോട് കൂടിയാണ് നമ്മൾ സ്റ്റീൽ ഡോർസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പീറ്റ് ചെയ്യാൻ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ പോലും എക്സ്റ്റീരിയർ ഡോർസിലേക്ക് വരുമ്പോൾ മറ്റെല്ലാ കാര്യത്തിനേക്കാളും അപ്പുറത്ത് നമ്മളൊരു സേഫ്റ്റി എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കൺസേൺ എന്നുള്ളത് കൊണ്ടും സ്റ്റീൽ ആൻഡ് വുഡ് കമ്പയർ ചെയ്യുമ്പോൾ ഇതുകൊണ്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ എപ്പോഴും സ്റ്റീൽ ഡോർ തന്നെയായിരിക്കും.